പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഷൗക്കത്തും ഞാനുമായിട്ടുള്ള ഈ സന്ദർഭത്തിന് വഴിയായത് ഞങ്ങൾ ഒരുമിച്ച് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഗുരു വഴിയും പൊരുളും എന്ന പേരിലുള്ള ഒരു ഗ്രന്ഥം മാതൃഭൂമി കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു സംവാദത്തിൻ്റെ ലിഖിത രൂപമാണത്. മസ്കറ്റിൽ കഴിഞ്ഞ വർഷം ഗുരുവിനെക്കുറിച്ച് നടത്തിയ ഒരു സംഭാഷണം പകർത്തിയെടുത്ത് അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അത്. ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഞങ്ങൾ പൊതുവായിട്ട് എഴുതിയ ഒരു കാര്യം, എന്തിനാണ് ഇനി ഗുരുവിനെക്കുറിച്ച് മറ്റൊരു പുസ്തകം കൂടി? ഗുരുവിനെക്കുറിച്ച് എത്രയെങ്കിലും പുസ്തകങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പോഴും ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ മാത്രമല്ല, ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം പോലുള്ള കഥകൾ, സച്ചിമാഷ്ടെ ഗാന്ധി പോലുള്ള നാടകങ്ങൾ, ഇപ്പം ഇവിടെ ആലപിക്കപ്പെട്ട വള്ളത്തോളിൻ്റെ കവിത മുതൽ മധുസൂദനൻ നായരുടെയും PN ഗോപികൃഷ്ണൻ്റെയും ഒക്കെ കവിതകൾ വരെയുള്ള രചനകൾ, റിയാസ് കോമു ചെയ്യുന്ന ശില്പങ്ങൾ, രാമേന്ദ്രൻ ചെയ്ത ശില്പങ്ങൾ, എണ്ണമറ്റ ചിത്രങ്ങൾ ഒക്കെ ഗാന്ധിയെക്കുറിച്ചുണ്ട്. ഗാന്ധിയുടെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് സുനിത രാമസ്വാമി എന്ന കലാനിരൂപക ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേര് ഗാന്ധി ഇൻ ദ ഗാലറി എന്നാണ്. ഗാലറിയിലെ ഗാന്ധി, ചിത്രകലയിലും ശില്പകലയിലും ഗാന്ധി രേഖപ്പെടുത്തപ്പെട്ടതിൻ്റെ ഒരു സമഗ്ര പരിശോധനയാണ് അത്. അത്ഭുതകരമായ വൈവിധ്യത്തോടെ ഗാന്ധി നമ്മുടെ കലയിലുണ്ട്. എന്നാൽ ഗാന്ധിയുടെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഗാന്ധി പൊതുവെ കലകളിൽ അങ്ങനെ തൽപരനായിരുന്നില്ല. ശാന്തിനികേതനിൽ പോയി വന്നതിന് ശേഷം ഗാന്ധിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ശാന്തിനികേതൻ? അപ്പോൾ ഗാന്ധി പറഞ്ഞു, അവിടെ സംഗീതം വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു. ദെർ ഈസ് ടു മച്ച് ഓഫ് മ്യൂസിക് എന്നാണ് ഗാന്ധി പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സർവ്വതലങ്ങളിലേക്കും പടർന്ന ഒരു ലോകം ഗാന്ധിക്കുള്ളതുപോലെ മലയാളത്തെ സംബന്ധിച്ച് മലയാളിയുടെ എല്ലാ ജീവിതാവിഷ്കാരങ്ങളിലേക്കും, തത്വചിന്തയാകട്ടെ, കലാവിചാരമാകട്ടെ, നാടകമാകട്ടെ, കഥയാകട്ടെ, നോവലാകട്ടെ, ഏത് തരത്തിൽ മതമാകട്ടെ, ഭക്തിവിചാരമാകട്ടെ, അധ്യാത്മചിന്തയാകട്ടെ, ഗുരുവുണ്ട്. ഗുരു ഒരു സർവതല സ്പർശിയായ ഒരു മഹാസാന്നിധ്യമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി മലയാളിയുടെ ജീവിത പരിസരത്തുണ്ട്. അങ്ങനെ ഇരിക്കെ നിരന്തരമെന്നോണം ഗുരുവിനെക്കുറിച്ചുള്ള ചെറുതും വലുതുമായ ആലോചനകൾ വന്നുകൊണ്ടിരിക്കെ, ഇനി ഞങ്ങൾ ചേർന്ന് എന്തിനാണ് ഗുരുവിനെക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നത് എന്ന ഒരാലോചന വാസ്തവത്തിൽ ഞങ്ങൾക്കിടയിലുണ്ടാവുകയും അതിന് ഞങ്ങൾ കണ്ടെത്തിയ ഒരു ഉത്തരം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച തുടങ്ങാം എന്നാണ് കരുതുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഷൗക്കത്തിൻ്റെ എൻ്റെയും ജീവിത വഴികൾ തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. നിത്യചൈതന്യതിയുടെ ആശ്രമത്തിൽ ഊട്ടിയിലെ ഫെൺ ഹില്ലിൽ അദ്ദേഹത്തിൻ്റെ അന്തേവാസിയായി തുടങ്ങി അധ്യാത്മവിചാരത്തിൻ്റെയും അല്ലെങ്കിൽ ആത്മീയമായ ആലോചനകളുടെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിച്ച് ഗുരുവിൻ്റെ സൂക്ഷ്മാനുഭവ തലങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് ഷൗക്കത്ത്. ഞാനാണെങ്കിൽ ഒരു വിദ്യാർത്ഥി ജീവിതകാലം മുതൽ സംഘടനാ പ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഏർപ്പെട്ട് ഏതാണ്ട് സജീവമായൊരു രാഷ്ട്രീയ ജീവിതത്തിലൂടെ പിന്നെ അധ്യാപനത്തിലേക്കുമൊക്കെ വന്ന് ഇന്നും ആ ആശയധാരകൾ ഏറെക്കുറെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയിൽ ഞങ്ങളുടെ വഴികൾ തമ്മിൽ ധാരാളം അകലമുണ്ട്. ഞങ്ങളുടെ വഴികൾ തമ്മിൽ ധാരാളം അകലമുണ്ടെങ്കിലും ഗുരു ഞങ്ങളിലുണ്ടാക്കിയ ഏറ്റവും വലിയ സ്വാധീനമായി ഞങ്ങൾ കണ്ട ഒരു കാര്യം, ഈ വ്യത്യാസങ്ങൾ ഞങ്ങളെ തമ്മിൽ അകറ്റുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ അത് ഗുരു മലയാളിയെ പഠിപ്പിക്കാൻ ശ്രമിച്ച, മലയാളികൾ പഠിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഏറ്റവും നേർത്ത വ്യത്യാസത്തെ പോലും പരമശത്രുതയാക്കാൻ വെമ്പി നിൽക്കുന്നൊരു സമൂഹത്തെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം വ്യത്യാസമാണ്, ഏകതയല്ല. നിങ്ങളൊരു മരത്തിലെ 100 ഇലകളെ നോക്കിയാൽ 100 തരായിരിക്കും.
അത് സത്താപരമായ ഏകമായിരിക്കും, പക്ഷെ അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ അസ്തിത്വം, അതിൻ്റെ രൂപം ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യാസങ്ങളില്ലാതെ പ്രകൃതിക്ക് നിലനിൽക്കാൻ പറ്റില്ല. റെപ്പറ്റേഷൻ ആൻഡ് ഡിഫറൻസ് എന്ന പേരിൽ ഡെലൂസ് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ആവർത്തിക്കുന്ന പ്രധാന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, ഈ ആവർത്തനങ്ങൾ പ്രകൃതിയിലുണ്ട്. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നുണ്ട്, പക്ഷെ ഓരോ ദിവസവും വേറെ വേറെയാണ്. ഷേക്സ്പിയർ പഴയ വരികളിലൊരിടത്ത് പറയുന്നുണ്ട്, ആസ് ദ സൺ ഈസ് ഡെയിലി ന്യൂ ആൻഡ് ഓൾഡ്, സോ ആസ് മൈ ലവ് ടെല്ലിങ് യു വാട്ട് ഈസ് ടോൾഡ്. സൂര്യൻ എന്നും പുതിയതും പഴയതുമായിരിക്കുന്നത് പോലെയാണ് എൻ്റെ സ്നേഹവും. അത് നിന്നോട് പറഞ്ഞത് തന്നെ പറയുന്നു, പക്ഷെ പറഞ്ഞത് തന്നെ പറയുമ്പോഴും അത് പുതിയതാണ്. ആസ് ദ സൺ ഈസ് ഡെയിലി ന്യൂ ആൻഡ് ഓൾഡ് എന്നതുപോലെയാണ് പ്രകൃതി. അത് ആവർത്തിക്കുന്നുണ്ട്. 1000 കൊല്ലം മുമ്പ് വിരിഞ്ഞ ഒരു പൂവ് ഇന്നും വിരിയുന്നു, പക്ഷേ ആ 1000 കൊല്ലം മുമ്പ് വിരിഞ്ഞ പൂവിൻ്റെ അതേ ആവർത്തനമല്ല. ഇന്നലെ ഉദിച്ച സൂര്യൻ ഇന്നും ഉദിക്കുന്നു, ഇന്നലെ മാനത്ത് കണ്ട ചന്ദ്രനെ ഇന്നും കാണുന്നു, പക്ഷേ അനുഭൂതികൾ മാറിക്കൊണ്ടിരിക്കുന്നു, പ്രകാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വ്യത്യാസം എന്നത് വളരെ പ്രധാനമാണ്. ഗുരു ഒരുപക്ഷെ മലയാളികളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യത്യാസങ്ങൾക്കിടയിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും എന്നതാണ്. വ്യത്യാസങ്ങളെ ശത്രുതകളാക്കേണ്ടതില്ല എന്നാണ്. അയ്യപ്പൻ മാഷ് ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായിയായിരുന്നു. അയ്യപ്പൻ മാഷാണ് ഗുരുവിൻ്റെ പല ആശയങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരാൾ. അദ്വൈതാശ്രമത്തിലെ സർവോദയ സമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നെഴുതി വയ്ക്കാനായിട്ട് ഗുരു ഏൽപ്പിക്കുന്നത് അയ്യപ്പൻ മാഷെയാണ്. അയ്യപ്പൻ മാഷ് ഗുരുവിൻ്റെ അതിപ്രധാനമായ സൂക്തമുണ്ടല്ലോ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സൂക്തത്തിന് ഒരു ബദൽ ഉണ്ടാക്കുന്നുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നാണത്. അങ്ങനെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് എഴുതിയിട്ട് അദ്ദേഹം അയ്യപ്പൻ മാഷ് ആദ്യം കാണിക്കുന്നത് ഗുരുവിനെയാണ്. ഗുരുവിനെ കാണിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ആയാലോ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, ഇതായാലും മതി എന്ന് പറഞ്ഞു. അതിൽ അവസാനം ഒരു വരി കൂടി ഉണ്ട് കേട്ടോ. വേണ്ടാന്ന് മാത്രമല്ല, വേണ്ടതിനെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം മനുഷ്യന്. അതായത് ദൈവദശകം എഴുതിയതിന് പിന്നാലെ ഇപ്പം മാഷ് സയൻസ് ദശകം എഴുതി. സയൻസിനെ തൊഴുന്നു ഞാൻ എന്നാണ്. ദൈവമേ കാത്തുകൊള്ളുകെന്നാണല്ലോ. അയ്യപ്പൻ മാഷ്ക്ക് ദൈവമൊന്നുമില്ല, അതുകൊണ്ട് സയൻസിനെ തൊഴുന്നു. അപ്പോൾ ആരോ ഗുരുവിനോട് പറഞ്ഞു, സ്വാമിയുടെ ദൈവദശകത്തിനെതിരെയാണ് സയൻസ് ദശകം അയ്യപ്പൻ മാഷ് എഴുതിയത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി എല്ലാവരും ദൈവദശകം വായിച്ചിട്ട് പിന്നാലെ സയൻസ് ദശകവും കൂടി വായിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ സയൻസ് ദശകം എഴുതിയത് കൊണ്ട് തൻ്റെ ദൈവദശകത്തിൻ്റെ ശത്രുപക്ഷത്താണത് എന്ന് ഗുരു കരുതിയിട്ടില്ല. വാഗ്ഭടാനന്ദൻ ഗുരുവിനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, ഈ വിഗ്രഹപ്രതിഷ്ഠ ശരിയല്ല, അതെല്ലാം കല്ലാണ്, അതൊന്നും പ്രതിഷ്ഠിച്ചുകൂടാ എന്ന് വാദിച്ചതിന് ശേഷം പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നാമും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഗുരുവാണ് പ്രതിഷ്ഠിച്ചത്, പ്രതിഷ്ഠ തെറ്റാണെന്നാണ് വാഗ്ഭടാനന്ദൻ പറഞ്ഞത്. നാമും യോജിക്കുന്നില്ല. അപ്പോൾ വാഗ്ഭടാനന്ദൻ ചോദിച്ചു, പിന്നെ എന്തിനിത് ചെയ്യുന്നു? അപ്പോൾ ഗുരു പറഞ്ഞത്, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. ഒരു പക്ഷേ ഗുരുവിൻ്റെ ദർശനത്തിൽ ഏറ്റവും കാതലായ ഒരാശയമായിട്ട് എനിക്ക് തോന്നിയൊരു വാക്യമാണത്. നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ വിടാൻ പറ്റുമോ? നോക്കൂ, മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ വിടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്തിനെയാണ്? പണമല്ല, അധികാരമല്ല, പദവിയല്ല, സെൽഫാണ്. ഞാനെന്ന ഈ ബോധമുണ്ടല്ലോ, എന്നെക്കുറിച്ചുള്ള എൻ്റെ അഭിമാനം ഉണ്ടല്ലോ, എന്നെക്കുറിച്ചുള്ള എൻ്റെ മഹിമാസങ്കല്പം ഉണ്ടല്ലോ, അതിനെ വിടലാണ് ഒരുപക്ഷെ അപരത്തിനു വേണ്ടിയുള്ള ആത്മനിരാസത്തിൻ്റെ പരമാവധി. ആ പരമാവധിയിലെത്തിയ ഒരാളായിരുന്നു ഗുരു. അതാണ് ആത്മോപദേശതകത്തിൻ്റെ കാതൽ. ഇതൊക്കെ സാന്ദർഭികമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ. പ്രിയം അപരപ്രിയം അതൻ പ്രിയം എന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ എന്ന് പറയും. അവർക്ക് വേണ്ടി അവനവനെ വിട്ടുകളയാം. ചട്ടമ്പിസ്വാമി പ്രവൃത്തിയാരായില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് പറയും. ആര്? ഞാനില്ല. അതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെടാത്തതും ചെയ്യും. അതുകൊണ്ട് ലോകത്തെ ഒരേ ഒരു വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായി മാറിയ ഒരേ ഒരു സന്യാസിയായിട്ട് ഗുരു മാറി.
അല്ലെങ്കിൽ സ്കൂള് നടത്താനായിട്ട്, വിദ്യാലയം സ്ഥാപിക്കാനായിട്ട്, ദേവാലയം സ്ഥാപിക്കാനായിട്ട്, ഇങ്ങനെ പല പണികളിൽ ഏർപ്പെട്ട് നടക്കുന്ന ഒരാളായിട്ട് ഗുരു മാറി. ഞങ്ങൾ കരുതിയ ഒരു കാര്യം, ഗുരുവിൻ്റെ ചിന്തയിൽ നിന്ന് ഒരുപക്ഷെ നാം ഇന്ന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യം, ആത്മോപദേശ ശതകത്തിൽ അലമാല പോലെ വരുന്നൊരു വാക്കാണ് അത്, അപരപ്രിയത്വം എന്ന് പറയുന്നത്. പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, അപരപ്രിയ ഹേതുവായി വരണം, ആത്മപ്രിയമല്ല. അങ്ങനെ ആത്മത്തിൽ നിന്ന് അപരത്തിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ കാതലായൊരു തത്വമാണ്. സെൽഫിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് പെരുപ്പിച്ച് അതിൽ രമിച്ച് ജീവിക്കലാണ് പൊതുവെ ആധുനിക ലോകം ചെയ്തത്. അതിനപ്പുറത്തേക്കുള്ളൊരു വഴിയാണ് ഗുരു വാസ്തവത്തിൽ തുറന്നത്. ആ വഴിയിൽ ഞങ്ങൾ തമ്മിൽ ചേർന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കണം. ഒരു നിലപാടായിട്ടല്ല, ഒരേ വീക്ഷണമായിട്ടല്ല, ഒരേ കാഴ്ചപ്പാടായിട്ടല്ല, ഒരേ ജീവിത രീതിയായിട്ടല്ല, പക്ഷെ ഒരേ ജീവിത രീതിയിലുള്ളവരെക്കാൾ കൂടുതലായി ഞങ്ങളെ ഗുരു ചേർത്തു എന്നാണ്. ആ ആമുഖത്തിന് ഞങ്ങൾ എഴുതിയ ആമുഖത്തിൻ്റെ തലക്കെട്ടായി കൊടുത്തതും ഗുരുവിൻ്റെ ഒരു വാക്യമാണ്, സോദരത്വേന. അപ്പോൾ ഈ സോദരത്വേന എന്നത് ഒരു അലങ്കാരവാക്യമല്ല ആക്കാതെ ഒരു അനുഭവമൂല്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമോ എന്നത് വാസ്തവത്തിൽ ഒരു ആധ്യാത്മിക ചോദ്യമല്ല, നമ്മുടെ കാലത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ, സാമൂഹ്യമായ, നൈതികമായ ഒരു ചോദ്യമാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് തീർത്തും വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ ഗുരുവിലേക്ക് എത്തുമ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ഞങ്ങൾ സംസാരിക്കുകയും അതൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഇങ്ങനെ ഒത്തിരിക്കുന്നത്. ഗുരുവിനെ ഓർക്കുന്നു, സോദരത്വേന എന്ന ആശയത്തെ വണങ്ങുന്നു, അപരപ്രിയം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രധാന മൂല്യമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരു 10 വർഷത്തിലധികമായി തുടരുന്ന ഒരു സൗഹൃദമാണ്. ആശയപരമായ സംവാദങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ അധികം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ കണ്ടുമുട്ടുമ്പോഴൊക്കെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, ഒന്നിച്ച് കുറേ സമയം ഇങ്ങനെ ചുമ്മാ ഇരിക്കും, വേറെ കഥകളൊക്കെ പറയും. അതിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ആശയപരമായ പൊരുത്തമല്ല മനുഷ്യരെ ഒന്നിപ്പിക്കുന്നത്. ആശയപരമായ പൊരുത്തമുള്ളത് കൊണ്ട് മനുഷ്യൻ ഒന്നിക്കില്ല എന്നുള്ളതാണ് സത്യം. പണ്ട് നിത്യൻ ഒരിക്കലൊരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം, തെറ്റും ശരിയും തമ്മിലുള്ള സംഘർഷത്തേക്കാൾ കഷ്ടമാണ് ശരിയും തമ്മിലുള്ള സംഘർഷം. കാരണം തെറ്റും ശരിയും തമ്മിൽ സംഘർഷപ്പെടുമ്പോൾ ആ തെറ്റിന് താൻ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരിയോട് അത് സമ്മതിക്കില്ലെങ്കിലും തെറ്റിന് സ്വയം ഒരു കുറ്റബോധം ഉണ്ടാവും. തെറ്റിന് നന്നായിട്ടറിയാം താൻ തെറ്റാണെന്ന്. പിന്നെ ഒരു വാശിപ്പുറത്താണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ ശരിയും തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ സംഘർഷമാണ്. കാരണം രണ്ടു പേർക്കും നല്ല ഉറപ്പാണ് അവരവരാണ് ശരിയെന്നുള്ളത്. നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഗുരു കുറേയൊക്കെ അവസാനം വന്ന് ജനിച്ച ഒരാളായതുകൊണ്ട് ഗുരുവിൻ്റെ കാലമാകുമ്പോഴേക്കും ഏകദേശം മനുഷ്യർക്കൊക്കെ സമാധാനത്തോടെ ജീവിക്കാവുന്ന വഴികളൊക്കെ അത്യാവശ്യം മനുഷ്യരൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയും സങ്കീർണമായൊരു ജീവി, ഒരുപക്ഷെ ജീവവർഗത്തിൽ ഇത്രയും സങ്കീർണമായൊരു ജീവി വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് കവിതയും സംഗീതമൊക്കെ വേണ്ടി വന്നത്. നേരെ ചൊവ്വേ കുറച്ചൊരു ഹാർമോണിയസ് ആയിട്ട് ജീവിക്കാൻ ഒരു ജീവി എന്ന നിലയിൽ നമുക്ക് അസാധ്യമാണ്. ഞാൻ ഈയിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എഴുതിയ ഒരു ലേഖനത്തിൽ വായിച്ചത്, ഒരു 80 ആളുകളിൽ കൂടുതൽ ഒരു സ്ഥലത്ത് 1 മണിക്കൂറിൽ കൂടുതൽ സ്വസ്ഥമായി യുദ്ധം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതമാണെന്നാണ്. ഒരു ജീവി എന്ന നിലയിൽ പിന്നെയും അവരെ പരസ്പരം കൊല്ലാതെ ഇരുത്തുന്നുണ്ടെങ്കിൽ ആ ജീവി നല്ല പണിയെടുത്തിട്ടുണ്ട്.
കാരണം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അറിയാതെ അടുത്തിരിക്കുന്ന ആളോട് ദേഷ്യം വരാൻ തുടങ്ങും. തൊട്ടടുത്തിരിക്കുന്ന ആൾ ശത്രുവാണെന്ന് തോന്നാൻ തുടങ്ങും. ഒന്നും പറയാതെ, നമ്മളെ എതിർത്ത് പറയൊന്നും വേണ്ട. അത്ര സങ്കീർണമായൊരു ജീവിയാണ്. ആ നൂറ്റാണ്ടുകളായി മനുഷ്യർ ഇതിനെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി, ഒരു പാരസ്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട്. പലതിനെയും തമ്മിൽ ചേർത്തും സമരം ചെയ്തും സഹകരിച്ചും ഒരു ഏകമുഖമായ വഴിയിലൂടെയല്ല ഒരു പാരസ്പര്യത്തിൻ്റെ ലോകത്തിലേക്ക് മനുഷ്യരെത്തിയത്. അപ്പോൾ ഗുരുവിൻ്റെ കാലമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഗുരുവിന് ചെയ്യാനുണ്ടായിരുന്നത് ഇനിയൊരു പുതിയ ശരി കണ്ടെത്തലോ പറയലോ അല്ല. പിന്നെ ഗുരു പറഞ്ഞു, ഇനി പുതിയതായിട്ടൊന്നും ഇല്ലെങ്കിലും ആ ഉള്ളത് തമ്മിലൊന്ന് ഒന്നിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ ഉള്ള ശരികളൊന്നും ഒന്നിച്ചിരിക്കുന്നില്ല. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു ജീവിതം പറയുകയായിരിക്കും കൂടുതൽ നല്ലത്. ഞാനൊരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ജനിച്ചു വീഴുമ്പോൾ എൻ്റെ ശരി എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ശരി, ആദ്യത്തെ ശരി നമ്മൾ ചിന്തിച്ച ശരിയല്ല. നമ്മൾ ഏതൊരു മത പശ്ചാത്തലത്തിലാണോ, ഏതൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണോ, ഏതൊരു വിശ്വാസ പശ്ചാത്തലത്തിലാണോ ജനിച്ചു വീഴുന്നത്, അതാണ് നമ്മുടെ ശരി. നമ്മുടെ ചിന്തയായിട്ടും നമ്മുടെ സ്വതന്ത്രമായ അന്വേഷണമായിട്ടും അതിന് യാതൊരു ബന്ധമല്ല. അതുകൊണ്ട് ഞാനൊരു ദൈവവിശ്വാസിയാകുന്നു. സ്വർഗമുണ്ട്, നരകമുണ്ട്. സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന സുഖലോലുപതകൾ, നരകത്തിൽ പോയാൽ കിട്ടുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു ഭയവും ഈ ഒരു പ്രലോഭനവും എന്നൊരു ഭക്തനാക്കുന്നു. 5 വയസ്സ് മുതൽ പള്ളിയിൽ പോയി തുടങ്ങിയ ഒരാളാണ് ഞാൻ. എനിക്കൊരു സംഘർഷം ഉണ്ടായിരുന്നില്ല. നല്ല സ്വരലയം ആ മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. മനുഷ്യരെ ദാനം ചെയ്യേണ്ടതുണ്ടെന്നും ചേർത്ത് പിടിക്കേണ്ടതുണ്ടെന്നും ഒരു വ്യവസ്ഥ ഉണ്ടാവുന്നത് നല്ലതാണെന്നും എല്ലാം. രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ നല്ല സമാധാനത്തിൻ്റെ കുറവായിരുന്നില്ല പ്രശ്നം. വളരെ ഹാർമണി തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുക എന്ന് പറയുന്നത് ഈ സ്വരലയത്തിലൊരു ഹിംസ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മളെപ്പോഴും സമാധാനത്തിലൊരു ഹിംസ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നമ്മൾ അറിയാത്തൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് നിസ്കരിക്കുമ്പോൾ സമാധാനമാണ്, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ സമാധാനമാണ്, ആ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സമാധാനമാണ്, ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ആദ്യം നഷ്ടപ്പെടുക ആളുടെ സമാധാനമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ നാട്ടിൽ 3 പേരുണ്ട്. രണ്ട് ജോസേട്ടന്മാർ, വിജയൻ, സലീംക. ഞങ്ങളുടെ നാട്ടിലെ ബുദ്ധിജീവികൾ എന്നാണ് പറയുക. ബുദ്ധിജീവികൾ മാത്രമല്ല, ഏറ്റവും നല്ല മനുഷ്യരാണ്. അന്ന് ഈ ഓലപ്പുരയൊക്കെയാണ് ഉള്ളത് ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ. അപ്പോൾ എവിടെ മഴക്കാലം വരുമ്പോൾ ഈ പുരയൊക്കെ ചോർന്നൊലിക്കും. അപ്പോൾ ഇവരാണ് മുൻകൈ എടുത്ത് പോയിട്ട് വീട് കെട്ടിക്കൊടുക്കുക. പാവപ്പെട്ട വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഓടിച്ചെന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇവരെ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ മദ്രസയിലെ മുസ്ലിയാർ ഒരിക്കൽ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഞാൻ മുസ്ലിയാരോട് ചോദിച്ചു, മുയിലേരെ, ഈ ജോസേട്ടനും വിജയേട്ടനും സലീംക്കൊക്കെ ഇവർ പള്ളിയിൽ പോകുന്നില്ല, അമ്പലത്തിൽ പോകുന്നില്ല, ചർച്ചിൽ പോകുന്നില്ല, ദൈവത്തെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യരവരാ. അപ്പോൾ ഇവർ സ്വർഗത്തിൽ പോവോ? വളരെ സത്യസന്ധമായ ഒരു 14 വയസ്സുള്ള ഒരാളുടെ ചോദ്യമാണ്. എന്നെയാണെങ്കിലും ഈ മൊയിലേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു കുട്ടി ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യുന്നത് ഞാനാണെന്ന്. ഞാൻ ഈ വയലിലൊക്കെ ഈ പള്ളിയിൽ മതപ്രസംഗമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് മുമ്പ് ഒരു 5 മിനിറ്റ് കുട്ടീനെ കൊണ്ട് പ്രസംഗിപ്പിക്കും. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അഭിമാനത്തോടെ നാളെ ഒരു വലിയ മൊയിലേര് നമ്മുടെ നാട്ടിലുണ്ടാകും എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. നല്ല മനുഷ്യനാണ് അവർ. ഒരു ഹിംസയുള്ള ആളുകളൊന്നുമല്ല, നല്ല നന്മ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ മൊയിലേര് പറഞ്ഞു, ജോസേട്ടനും സലീമും വിജയനൊക്കെ വളരെ നല്ലവരാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ അവർ ഏകദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടും മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കാത്തത് കൊണ്ടും എന്ത് ചെയ്യാനാ, നരകത്തിലേ പോകും. അതിലെനിക്കും വിഷമമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മൊയിലേരെ, അങ്ങനെയാണെങ്കിൽ ആ മതം എനിക്ക് വേണ്ട.
എനിക്കത് എടുക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഘർഷം തുടങ്ങുന്നത് ഒരു സ്വസ്ഥതയുമായിട്ടുള്ള സമരത്തിലാണ്, അസ്വസ്ഥതയുമായിട്ടുള്ള സമരത്തിലല്ല. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ നേരെ പോയി യുക്തിവാദികളുടെ അടുത്തോട്ടാണ്, കാരണം നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ ഞാൻ കണ്ടുമുട്ടുന്നത് യുക്തിവാദികളുടെ ലോകത്ത്. അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നത് മതവിശ്വാസികളേക്കാൾ കൂടുതൽ അന്ന്, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അത്ര അറിയില്ല, ഒരാളുകൾ ദൈവവിശ്വാസി അവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. പക്ഷേ യുക്തിവാദി 24 മണിക്കൂറും ദൈവത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം ഇതില്ലാന്ന് സ്ഥാപിക്കണം. മതവിശ്വാസിക്ക് ദൈവം അത്ര വിഷയമല്ല. ശരിക്കും ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രമേ വിഷയമുള്ളൂ. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ വളരെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ ലോകത്തിലിരുന്നിട്ടാണ് ഞാൻ ഈ ചെല്ലുന്നത്. അപ്പോൾ ഈ ദൈവത്തിൽ നിന്നൊന്ന് മുക്തി കിട്ടാനാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ അവിടെ ഇതില്ല എന്ന് സ്ഥാപിക്കുകയും ദൈവവിശ്വാസികളെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള വർത്തമാനമല്ലാതെ ജീവിതത്തെ മൂല്യവത്താക്കുന്ന ഒന്നും അവിടുന്ന് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഈ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുമ്പോൾ കിട്ടിയിരുന്ന വാല്യൂ പോലും എൻ്റെ നനവൊക്കെ പോകാൻ തുടങ്ങി. ഇപ്പോൾ ഉമ്മ പറയും, മോനെ വീട്ടിൽ ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ നമ്മുടെ ഉള്ളിൽ വെച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മയുടെ ഒരു നാഴി അരിയെടുത്ത് മുറത്തിലിട്ട് വീട്ടിലെ യാചകർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ, ചെറിയ കുട്ടികളായിരിക്കുന്ന ഞങ്ങളെ അതിൻ്റെ സൈഡ് പിടിപ്പിച്ച് അവരുടെ തുണിയുടെ അറ്റത്തേക്ക് ഇട്ട് കുടിപ്പിക്കും. ഇത് ഉമ്മ ചെയ്യിപ്പിക്കുന്നത് ഉമ്മ വിശ്വസിക്കുന്ന പ്രവാചകനിൽ നിന്ന് കിട്ടിയ ഒരു പാഠാണ്. അത് ഒക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പോകാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ആ റിലീജിയൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം എനിക്ക് വേണ്ട, അത് പോയി. പക്ഷെ ഇവിടെ ചെല്ലുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ ഒരു നനവാർന്ന സ്പർശങ്ങൾ, ഇത് പേഴ്സണലായിട്ടാണ് കേട്ടോ, യുക്തിവാദികൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവം മാത്രമാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ളവർ അങ്ങനെ അവിടുന്ന് വിട്ടു, അതും മതിയായി. എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ വളരെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നനവ് വറ്റാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് വിട്ടു. പിന്നെ സൂഫിസം പോലെയുള്ള ലോകത്തിലേക്ക് പോകാൻ തുടങ്ങി. സൂഫിസത്തെക്കുറിച്ച് എല്ലാവരും മഹാസംഭവമായിട്ടാണ് പറയുക. പക്ഷെ അവിടെ ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദൈവമില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, പക്ഷെ ഗുരുവിനെ തള്ളി പറയാൻ പാടില്ല. ദൈവം സെക്കൻഡറിയാണ്. നമ്മൾ ഗുരുവിൽ നമ്മളെ സമർപ്പിക്കുക. പിന്നെ ആൾ പറയുമ്പോഴായിരിക്കണം നമ്മൾ മൂത്രമൊഴിക്കേണ്ടത്, ആൾ പറയുമ്പോഴായിരിക്കണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്, ആൾ പറയുന്ന പോലെ ആയിരിക്കണം നമ്മൾ നമ്മളുടെ ജീവിതത്തിലെല്ലാം ചെയ്യേണ്ടത്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് അടിമയാണെന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി. ഇവിടെ അത് പറ്റില്ല. കാരണം ഇവിടെ മനുഷ്യനായതുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും, തിരുത്തൊക്കെ ചെയ്യും. അപ്പോൾ ഈ മതത്തെക്കാളും യുക്തിവാദത്തെക്കാളും പ്രശ്നം സൂഫിസത്തിലുണ്ടെന്ന് നമ്മൾ ഈ കവിത വായിക്കുന്ന റൂമിയുടെ സാധനമൊന്നും അല്ല കേട്ടോ ഈ സൂഫി സെക്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം ഈ ഗ്രൂപ്പ് ചെറുതാവും തോറും തീവ്രത കൂടും. നമ്മൾ നോക്കിയാൽ അറിയാം, ചെറിയ സംഘടനകൾക്കിടയിലായിരിക്കും ഏറ്റവും ശക്തമായ അടി ഉണ്ടാവുക. വലിയ സംഘടനകൾക്കിടയിൽ ഒരു അയവുണ്ടാവും. ഇതൊക്കെ സംഘടനകൾ തന്നെയാണ്. അത് പാർട്ടി ആയാലും ക്ലബ്ബായാലും മതമായാലും ഒക്കെ സംഘടനകളാണ്. അതും കഴിഞ്ഞ ആ സമയത്താണ് ഇവർ ഈ പാടത്തിരുന്ന്, ഈ ജോസേട്ടനും സലീംക്കയും ഇവരൊക്കെ ഈ പാടത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ ഞാനും ഇവരുടെ കൂട്ടത്തിൽ ചെന്നിരിക്കും. ഈ ഒരു സമയത്ത് ഈ സൂഫിസവും അടുത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അവർ സ്ഥിരം അവിടെ സംസാരിക്കുന്നത് ടാഗോർ, ഖലീൽ ജിബ്രാൻ, സോക്രട്ടീസ്, ജുദ്ദു കൃഷ്ണമൂർത്തി, ഓഷോ, യതി. അന്ന് നിത്യചൈതന്യ യതി ഗുരു ഇങ്ങനെ സജീവമായി കലാകൗമുദിയിലൊക്കെ യാത്രയെല്ലാം എഴുതി ഇങ്ങനെ സജീവമായി വായിക്കപ്പെടുന്ന കാലമാണ്. എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു മാസികകളിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പേരുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ ഇവർ ഈ പറയുന്ന ആളുകളൊന്നും ഞങ്ങളും നിങ്ങളുമെന്ന് മനുഷ്യരെ വേർതിരിക്കുന്നില്ല. ടാഗോറിൻ്റെ ഗീതാഞ്ജലി വായിക്കുമ്പോഴും ജിബ്രാൻ്റെ പ്രവാചകൻ വായിക്കുമ്പോഴും ഓഷോ വായിക്കുമ്പോഴും കൃഷ്ണമൂർത്തി വായിക്കുമ്പോഴും ഇവർ മനുഷ്യരിൽ മാത്രമല്ല ഉടക്കി നിൽക്കുന്നത്. അവർ പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നു. അതെനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റി. ഈ ചെറിയ പ്രായം മുതൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളും നിങ്ങളും എന്ന് പറഞ്ഞ് മനുഷ്യരെ വേർതിരിക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ വേർതിരിക്കുന്നത് ഏറ്റവും വലിയ ശരി പറയുന്നവരാണ്. ഈ രണ്ട് ശരികൾക്ക് തമ്മിൽ ഒരിക്കലും സൂഫികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് നിസ്കാരമൊക്കെ നിർത്തിയില്ലേ എന്നാണ്. കാരണം നിസ്കാരമൊക്കെ നിർത്തിയാലേ നമ്മൾ ഹയർ സ്റ്റേജിലേക്ക് പോകും.
കൊള്ളാവുന്ന രീതിയിൽ മനുഷ്യരോട് മര്യാദക്ക് പെരുമാറുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമല്ല. ചിലത് നിർത്തണം എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആളാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആളാണ്. ഇസ്ലാമിലെ ട്രഡീഷണലായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർത്തിയാൽ ഞങ്ങളുടെ ആളാണ്. പക്ഷേ ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ നമ്മുടെ ജിബ്രാനാണെങ്കിലും ടാഗോറാണെങ്കിലും യതിയാണെങ്കിലും ഇവരൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ യതി മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ സലീംക്കാട് ചോദിച്ചു, ഈ യതി എന്ന് പറയുന്ന ആളാരാ? അപ്പോൾ അദ്ദേഹം മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഞാൻ ഇന്നാളിവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ടിരുന്നു. ഇനി ആളുടെ ആരോഗ്യസ്ഥിതി കണ്ടിട്ട് അധികം കാലമൊന്നും ജീവിക്കുന്നു തോന്നുന്നില്ല. അന്ന് ബാക്ക് പെയിനൊക്കെ വന്നിരിക്കുന്ന സമയം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കന്നൊരു 17 വയസ്സാണ് പ്രായം. ഞാൻ പറഞ്ഞു, എനിക്ക് ആ സമയത്ത് സാദിക്കാന്ന് പറയുന്നൊരു സുഹൃത്ത് സരോവരം എന്ന് പറയുന്ന ഒരു വാരിക, അതിൻ്റെ മുഖചിത്രം നിത്യൻ്റെ മുഖചിത്രമായിട്ട് വന്നു. ആ മുഖം കണ്ട് ആ മുഖം നല്ല ഭംഗിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം യതിയെ ആദ്യം എനിക്ക് കാണാൻ തോന്നുന്നത്, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് സുനിലായിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് സുനിലിൻ്റെ പ്രസംഗം കേട്ടിട്ടല്ല, പുസ്തകം വായിച്ചിട്ടല്ല, ഞങ്ങൾ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായതാണ്, കയ്യിൽ കയറി പിടിച്ചപ്പോൾ ഉണ്ടായതാണ്. അപ്പം നമ്മളുടെ വിശ്വാസങ്ങൾക്കും യുക്തികൾക്കൊക്കെ അപ്പുറത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ, രണ്ട് ശരീരങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട് സൂക്ഷ്മമായിട്ട് എന്നുള്ളൊരു ഫീല് പോലെ ഈ യതിയുടെ നിത്യയുടെ ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനുഷ്യനോട് ആഴത്തിലുള്ളൊരു പ്രേമം തോന്നുകയാണ്. ആ മുഖത്തൊരു ഞങ്ങളും നിങ്ങളും ഫീൽ ചെയ്യണില്ല. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ഫേൺഹില്ലിൽ എത്തുമ്പോഴാണ്, ഫേൺഹിൽ എന്ന് പറയുന്നത് നാട്ടുകാർ മുഴുവൻ ഉപേക്ഷിച്ച മനുഷ്യർ വരുന്നൊരു സ്ഥലമാണ്. അവിടെ എല്ലാതരം ആളുകളുണ്ട്. ഞങ്ങളും നിങ്ങളും എന്ന വേർതിരിവില്ലാതെ ആശയത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവിടെ ഒരു സൈഡിൽ വിനയണ്ണനും ഗോപിദാസണ്ണനും ബീഡി വലിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഒരു സൈഡിൽ അവിടെ അടുക്കളയിൽ ഇരുന്നിട്ട് ഈ ഗുരുനിത്യേനെ തന്നെ വിമർശിക്കുന്ന ശിഷ്യന്മാർ അപ്പുറത്തിരിക്കുന്നു. ഈ പുള്ളിക്കൊന്നും മര്യാദക്ക് സംസാരിച്ചൂടെ, ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ടാവും. ഇതിങ്ങനെ ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ആളുകളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഇത്രയും വൈവിധ്യത്തിൽ ചിന്തിക്കുന്ന വിശ്വാസികളും അവിശ്വാസികളായിട്ടുള്ള, ഇപ്പം ഞാനാണ് അവിടുത്തെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ, അവിടെ ചെല്ലുന്ന ഒരാൾ, യാതൊരു ആ രീതിയിൽ അക്കാഡമിക്കായിട്ടുള്ള വിവരമില്ലാത്ത ഒരാൾ. ഇവരൊക്കെ സംസാരിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ, ഒരാളുടെ ശരി അടുത്ത ആളുടെ ശരിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇത്രയും അധികം മനുഷ്യർ ഒരു സ്ഥലത്ത് കഴിയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ആ ഒരു ഇടം രൂപപ്പെട്ടത് നാരായണ ഗുരു കാരണമാണ്. വൈവിധ്യങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ ഒരു സാധ്യതയുണ്ടാക്കുക എന്നുള്ള ഒരു പണിയാണ് നാരായണ ഗുരു ചെയ്തത്. പുതിയൊരു ദർശനം ഉണ്ടാക്കുകയല്ല. ഒരു പക്ഷേ മനുഷ്യൻ്റെ ചരിത്രത്തിൽ വൈവിധ്യങ്ങൾ സമാധാനത്തോടെ ഒന്നിച്ചിരിക്കുന്ന ഇടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങൾ, ചിന്തകൾ, ആചാരങ്ങൾ, ഗോത്ര സംസ്കൃതികൾ, ഇങ്ങനെയുള്ളവരുടെ ഒന്നിച്ചിരിപ്പുകളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഒരു ഗ്രൂപ്പ്, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇതുപോലെ ഒരു ഗ്രൂപ്പ് ആധുനികമാണ്, മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു 100 വർഷം മുമ്പാണെങ്കിൽ ഒറ്റ സ്ത്രീകൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മളൊരു 100 വർഷത്തെ ബാക്കിലേക്ക് ചരിത്രം നോക്കി സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സാഹോദര്യത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ചരിത്രബോധമില്ലായ്മയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം സമത്വം എന്ന് പറയുന്നത് 4 ദിവസം മുമ്പ് തുടങ്ങിയതും എന്തെങ്കിലുമൊക്കെ ഇനി സംഭവിക്കേണ്ടതുമായ ഒരു മൂല്യമാണ്. നമ്മളുടെ ആശയലോകത്തിലല്ലാതെ ഇപ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ആ നിൽക്കുന്നതിൽ ജാതിയിലും മതത്തിലും വിശ്വാസത്തിലും പൊസിഷനുകളിലും ഒരുപാട് കൂടിയ ആൾക്കാരുണ്ടാവും. ഈ മുമ്പിലിരിക്കുന്നവർ കുറഞ്ഞവരുണ്ടാവും. ഒരു 50-60 വർഷം മുമ്പാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും ജാതിയിൽ കൂടിയ ആൾക്കാർ മാത്രമേ ഇവിടെ ഇരിക്കുന്നുണ്ടാവുള്ളൂ. കുറേ ആൾക്കാർ ആ മതിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ടായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവുക. ഒറ്റ സ്ത്രീ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ കുട്ടികളും സ്ത്രീകളും വ്യത്യസ്ത പൊസിഷനിൽ ഇരിക്കുന്നവരും താഴെയും മുകളിലും ഇടകലർന്നും ഇരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം രൂപപ്പെട്ട് തുടങ്ങിയ സമയത്ത് നാരായണ ഗുരു വരുന്നത് കൊണ്ട് നാരായണ ഗുരുവിന് നന്നായിട്ടറിയാം, ഏകമതസാരം എന്ന് പറഞ്ഞിട്ട് ഇനി കാര്യമല്ല, പല മതസാരവും ഏകമെന്ന് പറഞ്ഞേ പറ്റൂ. പക്ഷെ ഇന്നും നമുക്ക്, ഞാനും സുനിലും തമ്മിലൊരു പുസ്തകം എഴുതി എന്നറിഞ്ഞിട്ട് ആധുനികമായിട്ട് ചിന്തിക്കുന്ന, അത് രാഷ്ട്രീയപരമായിട്ടായാലും സ്പിരിച്വലായിട്ടായാലും
ചിന്തിക്കുന്ന ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നത്, നിങ്ങളെന്തിനാണ് അയാളുമായിട്ട് ചേർന്ന് പുസ്തകം എഴുതാൻ പോകുന്നത്? ഇത് ചോദിക്കുന്നത് ആരാണ്? ഏകലോകം ഉണ്ടാവണം എന്ന് പറയുന്ന ആൾക്കാർ. ഒരു ഏകലോകം ഉണ്ടാവണം, ലോകം മുഴുവൻ ഒന്നാവണം, മനുഷ്യർ മുഴുവൻ ഒന്നാവണം എന്ന് പറയുമ്പോൾ സുനിലും ഷൗക്കത്തും ഒന്നിച്ചിരിക്കുന്നത് ശരിയാണെന്ന് ഫീൽ ചെയ്യുന്ന ഒരിടം ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ആശയപരമായി നമ്മൾ എത്ര ഉദാത്തമായവരായാലും എൻ്റെ ആശയത്തിനോട് ചേർന്നിരിക്കുന്നവരെ മാത്രം സ്വീകരിക്കുന്ന ഒരു ഉള്ളാണ് നമുക്കുള്ളതെന്നാണ്. ചിന്തയിൽ നമ്മൾ ലോകത്തെ മുഴുവൻ ഒന്നായി കാണുകയും ജീവിതത്തിൽ ചെറിയൊരു ആശയപ്പൊരുത്തമുണ്ടായാൽ തന്നെ പിന്നെ ആൾ നോക്കി ചിരിക്കില്ല. ആരാണ് ഈ ചിരിക്കാതിരിക്കുന്നത്? തെറ്റ് പറയുന്ന ആളുകളല്ല, ശരി മാത്രം പറയുന്ന ആളുകളാണ്. ശരിയായ ശരി മാത്രം പറയുന്ന ആളുകൾ. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നടരാജഗുരുവിനും അതുപോലെ തന്നെ പൽപ്പുവിനും സഹോദരൻ അയ്യപ്പനും ഇവർ തമ്മിലൊന്നും ഒരു യോജിപ്പുള്ളവരായിരുന്നില്ല കേട്ടോ. നടരാജഗുരുവും സഹോദരൻ അയ്യപ്പനൊന്നും ഒരു യോജിപ്പുള്ളവരുമല്ല. പക്ഷേ ഗുരുവിൻ്റെ പ്രസൻസിൽ അവർക്ക് യോജിപ്പുണ്ട്. അപ്പോൾ വൈവിധ്യങ്ങളെ കോർത്തിണക്കി പാരസ്പര്യത്തിൽ ഒരിടത്ത് ഇരുത്താവുന്ന ഒരു നൂലായിട്ട് മാറാൻ ഗുരുവിന് കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും ആധുനികമായി ഇനി നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരാൾ പറയുന്നത് കേട്ടു, ഗുരുവിൻ്റെ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു നമ്മുടെ സമൂഹത്തിൽ, ഇനി അത് തിരിച്ചു പിടിക്കണം. അപ്പം ഞാനവിടെ പറയുന്നത്, സത്യത്തിൽ ഗുരുവിൻ്റെ മൂല്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, നഷ്ടപ്പെടുകയല്ല ചെയ്തത്. ഇതുവരെ ആത്മോപദേശ ശതകമൊന്നും എനിക്ക് തോന്നുന്നത് നമ്മളുടെ പൊതുസമൂഹത്തിലെ സാംസ്കാരിക മണ്ഡലത്തിൽ നാരായണ ഗുരുവിനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയത് സുനിലാണെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടരുത് എന്നാണ്. അതിനു മുമ്പ് അധികം നാരായണ ഗുരുവിനെ പറയുന്നത് കുറഞ്ഞ ഒരു കാര്യമായിട്ടാണ് സാംസ്കാരിക ഔന്നത്യമുള്ളവർ പോലും കേരളത്തിൽ കരുതിയിരുന്നത്. ഒരു സൈഡിലൂടെ പറഞ്ഞു പോവുക. ആത്മോപദേശ ശതകം എന്നുള്ളത് ഈ നാരായണ ഗുരുകുലത്തിലും പിന്നെ ഓരോരുത്തരുടെ സ്വകാര്യ വായനകളിലുമല്ലാതെ ആധുനികമായി ചിന്തിക്കുന്ന മനുഷ്യക്കൂട്ടങ്ങൾക്കിടയിൽ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകവും അപരപ്രിയ ഹേതുവായി വരണമെന്നും ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം പരന് പരമ്പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള വരികളൊക്കെ നമ്മളിപ്പോൾ കേട്ട് തുടങ്ങി വരുന്നേ ഉള്ളൂ. അതാണ് സത്യം. ആ ഒരു ഗുരുവിൻ്റെ ഒരു വെളിച്ചാണ്. ആ പലതായിരിക്കുന്ന ശരികളെ ഞങ്ങൾ രണ്ടാളും ആരെയും കൊല്ലാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ആരെങ്കിലും ശത്രുവായിട്ട് തള്ളി മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷെ വളരെ വ്യത്യസ്തമായി ജീവിതത്തെ സമീപിക്കുന്ന ആളുകളാണ്. അങ്ങനെ വ്യത്യസ്തമായി ജീവിതത്തെ സമീപിക്കുന്ന മനുഷ്യർക്ക് ഒന്നിച്ചിരിക്കാവുന്ന ഒരു ഇടം രൂപപ്പെടുന്നതിലൂടെ മാത്രമേ ആധുനികമായൊരു മനുഷ്യ സമൂഹം രൂപപ്പെട്ടു വരൂ എന്ന് വളരെ ആഴത്തിൽ ഉൾക്കാഴ്ചയോടെ അവതരിപ്പിച്ച, പുതിയ ഒരു ശരി അവതരിപ്പിക്കാതെ പല ശരികളുടെ ഒന്നിച്ചിരിപ്പുകൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ കൊതിച്ച ഒരു മനുഷ്യൻ്റെ സാന്നിധ്യമാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ഒന്നിച്ചിരുത്തുന്നത്. ഈ ഒരു പുസ്തകം അങ്ങനെ രൂപപ്പെട്ടത് നാരായണ ഗുരു എന്നതിനേക്കാൾ ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള നനവാർന്ന ഒരു സൗഹൃദം, അതിന് നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാരുടെ ദർശനം ഒരു അന്തർധാരയായിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഗുരുവിൻ്റെ സാന്നിധ്യം, ആ പ്രസൻസ് എത്രമാത്രമാണ് വൈവിധ്യങ്ങളെ ഒരുമിപ്പിക്കാൻ നമ്മൾക്ക് പശ്ചിമയായിരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ടാണ് അത് വരുന്നത്. നമസ്കാരം. 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 15 മിനിറ്റ് ചോദ്യോത്തരങ്ങൾക്കുള്ളതാണ്. ഞാൻ ഷൗക്കത്ത് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഇതിലേക്ക് കടക്കാം. വാസ്തവത്തിൽ ഗുരുവിലേക്കുള്ള എൻ്റെ വഴി വളരെ സ്വാഭാവികമായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ടും സംഘടനാ പ്രവർത്തകനായിട്ടും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ആലോചനകളുടെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിച്ചെത്തിയ ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് നേരത്തെ ഷൗക്കത്ത് പറഞ്ഞ പോലെ സഹജമായി ഗുരുവിലേക്ക് എത്തിച്ചേരാനുള്ളൊരിടം കേരളത്തിലെ ഏറെയൊന്നുമില്ല. കാരണം ഓരോന്നിനും അതിൻ്റെ മാത്രം വഴികളുണ്ട് എന്നുള്ള വളരെ ബലിഷ്ഠമായ ഒരു വിശ്വാസ വ്യവസ്ഥ നമ്മളൊക്കെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് അത് പലപ്പോഴും ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ
എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയൊരു മാറ്റം ഗുരുവിലൂടെ ഉണ്ടായത്, അത് ഈ ആശയങ്ങളെ ഒരനുഭവമൂല്യമായിട്ട് ഉൾക്കൊള്ളുക എന്നിടത്താണ്. അപ്പം നമുക്ക് അപരപ്രിയത്വം എന്ന് പറയാം. ഈ അപരപ്രിയത്വത്തെ എങ്ങനെയാണ് ആവിഷ്കരിക്കാൻ കഴിയുക? നിങ്ങൾക്കൊരു തത്വം പറയുന്നതും, ഞാനിപ്പോൾ പലപ്പോഴും പറയാറുള്ള, പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഗുരു അദ്വൈതിയാണ്, ശങ്കരനും അദ്വൈതിയാണ്. അപ്പോൾ എന്താ വ്യത്യാസം? അപ്പം ഞാനതിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വാക്യം ഇതാണ്: ശങ്കരൻ അദ്വൈതവാദിയാണ്, ഗുരു അദ്വൈതിയാണ്. അദ്വൈതവാദം എന്ന് പറയുന്നത് നിങ്ങൾ താർക്കികമായിട്ട് ഒരാശയത്തെ വിശദീകരിക്കുന്ന അമൂർത്ത ചിന്തയുടെ മണ്ഡലത്തിൽ അതിൽ ആവിഷ്കരിക്കുന്ന ഏർപ്പാടാണ്. അദ്വൈതിയായിരിക്കുക എന്ന് പറയുന്നത് രണ്ടല്ല എന്ന ഏകഭാവത്തെ അനുഭവിക്കലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, നിങ്ങൾ സാധാരണ നിലയിൽ ശ്രദ്ധിച്ചിരിക്കാനിടയില്ല. പ്രാചീന ഉപനിഷത്തുകളിൽ കാണുന്ന ഏകതാ ദർശനം ആധുനിക ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ബലിഷ്ഠമായ അടിസ്ഥാനങ്ങളിൽ ഒന്നാകാൻ കെൽപ്പുള്ളതാണ് എന്ന് അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. അംബേദ്കറെ കുറിച്ചുള്ള ചർച്ചയിൽ നിങ്ങൾ ഈ ആശയം കേട്ട് കാണില്ല. റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിൽ പ്രാചീന ഉപനിഷത്തുകളുണ്ടല്ലോ, ഈശാവാസ്യം, ബൃഹദാരണ്യകം മുതലായ, അതിൽ കാണുന്ന ഫിലോസഫി ഓഫ് വൺനെസ്, അതിന് അംബേദ്കർ ബ്രഹ്മയിസം, ബ്രഹ്മം സർവത്തിലും കുടികൊള്ളുന്നു എന്നുള്ള ആശയം, അതിന് ഒരു ആധുനിക ജനാധിപത്യത്തിൻ്റെ ആധാരമാകാൻ കഴിയും. പക്ഷേ കേവലം തത്വചിന്തയായി അവസാനിച്ചതുകൊണ്ട് അതിനെ ബ്രാഹ്മണ്യം വിഴുങ്ങുകയാണ് ചെയ്തത് എന്ന് റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിൽ അംബേദ്കർ എഴുതുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വ്യത്യസ്തതകളെ ഷൗക്കത്ത് നേരത്തെ പറഞ്ഞു, വ്യത്യസ്തതകളെ നിങ്ങൾ താത്വികമായിട്ടാണോ അഡ്രസ്സ് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്? വ്യത്യസ്തതകളെ അനുഭൂതിപരമായി ഉൾക്കൊള്ളുന്നുണ്ടോ? അനുഭൂതിപരമായി ഉൾക്കൊള്ളുക. മനുഷ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വ്യത്യസ്തതകളുടെ വലിയൊരു പ്രവാഹമാണ് മനുഷ്യാവസ്ഥ, അല്ലാതെ ഏകതയല്ല. ഇപ്പോൾ മാർസിനോടൊരിക്കൽ ചോദിക്കുന്നുണ്ട്, ഒരാൾ എപ്പോഴാണ് സ്വതന്ത്രനാവുന്നത്? അപ്പോൾ മാർസിൻ്റെ അതിമനോഹരമായൊരു ഉത്തരം, ഒരാൾ രാവിലെ ഷേക്സ്പിയർ വായിക്കുകയും അത് കഴിഞ്ഞ് മീൻ പിടിക്കാൻ പോവുകയും ഉച്ചയ്ക്ക് ബിഥോവൻ കേൾക്കുകയും വൈകുന്നേരം ഗുസ്തിക്ക് പോവുകയും രാത്രി തത്വചിന്തയിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോഴാണ് അയാൾ സ്വതന്ത്രനാവുന്നത്. അല്ലാതെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തത്വചിന്ത വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേര് സ്വാതന്ത്ര്യം എന്നൊന്നുമല്ല. അതായത് മാനുഷികമായ വൈവിധ്യങ്ങളുടെ, ശേഷികളുടെ, ഭിന്ന ഭിന്നങ്ങളായ ആവിഷ്കാരങ്ങളുടെ ഒരാകത്തുകയിൽ ജീവിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യൻ സ്വതന്ത്രനാവുന്നത്. ബാക്കിയൊക്കെ അന്യവൽകൃതമായ ജീവിതമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആരെങ്കിലും ഗുസ്തിക്കാരൻ പാട്ട് കേൾക്കണമെന്ന് കരുതിയിട്ടില്ല, പാട്ടുകാരൻ തത്വചിന്ത വായിക്കണമെന്ന് കരുതിയിട്ടില്ല, തത്വചിന്തകൻ മീൻ പിടിക്കണമെന്ന് കരുതിയിട്ടില്ല. മറിച്ച് കരുതിയത് അതാണ് സ്വാതന്ത്ര്യം എന്നാണ്. ഗുരു ഒരു സ്ഥലത്ത് എഴുതുന്നുണ്ട്, ആത്മീയം ഭൗതികം എന്നുള്ള വേർതിരിവുകൾക്കൊന്നും വാസ്തവത്തിൽ വലിയ അർത്ഥമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു ശരീരം പ്രവർത്തനക്ഷമമാവണമെങ്കിൽ പല ശരീരഭാഗങ്ങൾ ഒരുമിച്ചിരിക്കണം എന്നതുപോലെ സമൂഹ ശരീരത്തിന് ഇതെല്ലാം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിലേത് ശരി ഏത് തെറ്റ് എന്നതിനെക്കുറിച്ചുള്ള അന്തിമമായ തീർപ്പ്, ഓരോന്നിൻ്റെയും ഫങ്ഷൻ ഓരോന്നാണ്, ഓരോന്നിൻ്റെയും താല്പര്യം ഓരോന്നാണ്. അതിലൊരു താല്പര്യത്തെ അവസാനത്തെ താല്പര്യമായിട്ട് പ്രതിഷ്ഠിക്കരുത്. അതുകൊണ്ട് അയ്യപ്പൻ മാഷ് ആവശ്യമുണ്ട്, സത്യവ്രത സ്വാമികളും ആവശ്യമുണ്ട്. സത്യവ്രതനാണ് ശരി, അയ്യപ്പൻ തെറ്റാണെന്നോ, അയ്യപ്പനാണ് ശരി, വാഗ്ബിടാനന്ദൻ തെറ്റാണെന്നോ, വാഗ്ബിടാനന്ദനാണ് ശരി, തന്നെ പരിഹസിക്കുന്ന ആളുകൾ തെറ്റാണെന്ന് പോലുമോ ഗുരു കരുതുന്നില്ല. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപരപ്രിയത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അപരോന്മുഖത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു അനുഭവമൂല്യമാക്കി മാറ്റാനുള്ള, ആ അനുഭവമൂല്യമാക്കി മാറ്റുമ്പോഴാണ് വാസ്തവത്തിൽ ജനാധിപത്യം എന്നത് വിപുലമായ ഒരു മൂല്യമായി തീരുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ജനാധിപത്യം? അത് ഭൂരിപക്ഷ ഹിതമൊന്നുമല്ല. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ലെവിനാസിൻ്റെ ഒരു പ്രയോഗമുണ്ട്, കൺസേൺ ഫോർ ദ അതർ, അപരത്തെക്കുറിച്ചുള്ള കരുതലാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും സമുന്നതമായ ആത്മീയ ബോധത്തിനും ഏറ്റവും സമുന്നതമായ രാഷ്ട്രീയത്തിനും ഏറ്റവും സമുന്നതമായ കലയ്ക്കും
ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു മീറ്റിംഗ് പോയിൻ്റ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് നീതി എന്ന ആശയമാണ്. നീതിയിൽ ഇത് മൂന്നും നിൽക്കും. കാരണം നീതിയുടെ അടിസ്ഥാന താല്പര്യം ആത്മമല്ല, അവരാണ്. ഏറ്റവും ഉന്നതമായ കല അപരത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക. ഏറ്റവും ഉന്നതമായ ആത്മീയബോധവും അപരബോധമായിട്ട് മാറും. രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മണ്ഡലം കൺസേൺ ഫോർ ദ അതർ എന്നതാണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ അധ്യാത്മത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും അധ്യാത്മത്തിൽ നിന്ന് കലയിലേക്കും കേരളം കണ്ട ഏറ്റവും വലിയ കവികളിൽ ഒരാളാണ് കേട്ടോ ഗുരു. പക്ഷേ ഗുരുവിൻ്റെ കവിതയുടെ ആ മഹിമയൊന്നും വാസ്തവത്തിൽ നമുക്ക് നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻ പദം എന്ന് 1915 എഴുതിയ ആളാണ്. സ്റ്റീം ബോട്ടൊക്കെ വന്നു തുടങ്ങുന്ന കാലത്ത് ഗുരു അങ്ങനെ എഴുതിയതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു മഹാസഞ്ചയമായി സ്വയം ജീവിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. അങ്ങനെ ജീവിക്കാനാകുമെന്ന് നമ്മെ പരിശീലിപ്പിച്ച ഒരാളാണ് ഗുരു എന്ന ഒരു ബോധ്യം ഉളവായതാണ് വാസ്തവത്തിൽ ഗുരുവിലേക്ക് എന്നെ അടുപ്പിച്ചത്. ഗുരുവിലേക്ക് അടുത്തു എന്നതുകൊണ്ട് വാസ്തവത്തിൽ എനിക്കെൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ എവിടെയെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുമില്ല. ഞാനൊരു മാർക്സിസ്റ്റായി മാറുന്നത് ഏതാണ്ട് 20 വയസ്സോടെയാണ്. ഈ 58-ാം വയസ്സിലും എനിക്ക് അതിൻ്റെ അടിസ്ഥാന വീക്ഷണങ്ങളിൽ ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കാരണം മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻ. മനുഷ്യൻ സാമൂഹിക ബന്ധങ്ങളുടെ സമുച്ചയമാണ് എന്ന മാർക്സിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരൻ്റെ ഗുണത്തിനായി വരണം, അപരപ്രിയ ഹേതുത്വം എന്നതിലേക്ക് നിശ്ചയമായും ചില വഴികൾ തുറന്നു കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിലും വിശ്വസിക്കുന്നില്ല, മതത്തിലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഗുരു എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ അതിരുകൾക്കെല്ലാം അപ്പുറം ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് എൻഗേജ് ചെയ്യൽ മാത്രമല്ല. ഇപ്പോൾ പല ആശയങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഒരാശയം മനസ്സിലാക്കുന്നത് വഴി നമ്മെ തന്നെ മാറ്റാൻ കഴിയും എന്നെ ബോധ്യപ്പെടുത്തിയത് ഗുരുവാണ്. ഗുരുവിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചും പറഞ്ഞും ഞാനും സ്വയമേവ കുറേയേറെ മാറിയിട്ടുണ്ട്. ആ മാറ്റം നേരത്തെ ഷൗക്കത്ത് പറഞ്ഞതുപോലെ ശത്രുതാഭാവം ഇല്ലാതാകാൻ കുറേ സഹായിച്ചിട്ടുണ്ട്. 100% ഒന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ ശത്രുതാഭാവത്തിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് കുറേ അത് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ശത്രുതയാണ്. നിങ്ങൾക്ക് എന്നോട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജന്മശത്രുവാണ്, നിങ്ങളെ ഇല്ലാതാക്കലാണ് എൻ്റെ ഒരു വഴി. ഗുരു അതായിരുന്നില്ല. ഗുരുവിൻ്റെ വാക്യം എപ്പോഴും ഓർക്കണം, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനാണ്. വാദിച്ച് ജയിക്കലിൻ്റെ ഫലം എന്താണെന്നറിയോ? വാദിച്ച് നിങ്ങൾ ജയിക്കും, പക്ഷെ ആരെയാണോ തോൽപ്പിച്ചത് അവരെന്നേക്കുമായിട്ട് നിങ്ങളെ ഉപേക്ഷിക്കും. തോറ്റ ആൾ തോൽക്കുകയല്ല, തോറ്റ ആൾ നിങ്ങളെ ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഗുരു ജയിക്കണ്ട എന്ന് പറയുന്നത്. അറിയിക്കലാണ്. അപ്പോൾ ആ ഒരു വഴി വളരെ പ്രധാനമാണ് എന്ന് പിന്നെ സ്വയം ഞാനും ധാരാളം വാദിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. ധാരാളം ഇപ്പോഴും വാദിക്കാൻ ചിലപ്പോഴേക്ക് ഉള്ളിന്നൊരു പ്രേരണ വരും. എന്നാലും പിന്നെ അതിനെല്ലാം മറികടക്കാൻ കുറേയൊക്കെ പറ്റുന്നുണ്ട്, 100% പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു പാരസ്പര്യം ഞാൻ കരുതുന്നൊരു കാര്യം പറയാം, അത് വളരെ പൊളിറ്റിക്കലാണെന്ന് കൂടി ഞാൻ കരുതുന്നുണ്ട്. അത് ഒരു റിലീജിയസ് അല്ല, സ്പിരിച്വൽ മാത്രമല്ല, അത് വളരെ പൊളിറ്റിക്കലാണ്, എത്തിക്കലാണ്. എത്തിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും ഒരു ഹയർ സ്റ്റാറ്റസ് ആയിട്ട് കാണണം. കാരണം നിങ്ങൾ ലോകത്തോട് എൻഗേജ് ചെയ്യുമ്പോൾ സ്വീകാര്യ സന്നദ്ധനായിരിക്കുക, തുറന്നതായിരിക്കുക, ഫ്ലൂയിഡായിരിക്കുക എന്നതൊക്കെ ഈ കാലത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം ഈ ബലിഷ്ഠ മനുഷ്യന്മാരെ കൊണ്ട് കിടക്കപ്പുറത്തി ഇല്ലാണ്ടായ ഒരു കാലമാണിത്. അപ്പോൾ ഈ ബലിഷ്ഠതയിൽ നിന്ന് അഴിവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വലിയ പ്രേരണ ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നതാണ് ഒരുപക്ഷെ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഒരു നൈതികമായ ഉള്ളടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഞങ്ങളെ ചേർത്തിരുത്തുന്നതും ആ ഒരു ഘടകമാണ്. ഷൗക്കത്തിനോളം അയവുള്ള ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ. ഷൗക്കത്ത് മനുഷ്യർ പറയുന്ന മണിക്കൂറുകളിരുന്ന് കേൾക്കുന്ന ആളാണ്. ഞാൻ ശോഭിക്കൊന്നുമില്ലെങ്കിലും വളരെ പെട്ടെന്ന് ഞാൻ ഒഴിഞ്ഞു മാറിപ്പോകും. മനുഷ്യരെ കേൾക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്, വലിയ പ്രാധാന്യമുള്ള ഒരാളാണ്. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ സമയം നീക്കി വയ്ക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നമുക്ക് വേണ്ടിയല്ലല്ലോ. ഗുരു പറഞ്ഞ വാക്യമാണ്, നമുക്ക് വേണ്ടിയല്ലല്ലോ. ആ നമുക്ക് വേണ്ടി അല്ലാതായിരിക്കാനുള്ള നമ്മുടെ പരിശീലനമാണ് വാസ്തവത്തിൽ ഗുരു നൽകുന്ന ഏറ്റവും വലിയ ഒരു പ്രേരണ എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. ഒരു 4 വരി ചൊല്ലിയിട്ട്. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും
സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാമിതേദിനും അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇതു ജീവതാരകം അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്ന ഒരുടമ്പു താനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം. നമസ്കാരം. താങ്ക് യു സ്പീക്കേഴ്സ്. ചോദ്യോത്തരവേളയാണ്. ചോദ്യങ്ങൾ അധികം സമയമെടുക്കാതെ ചുരുക്കി ചോദിക്കാൻ ശ്രദ്ധിക്കുക. ഹലോ സാർ, സാറിൻ്റെ പ്രഭാഷണങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. സാറിനോടൊരു ചോദ്യമുണ്ട്. ഷൗക്കത്ത് സാറിനെ ഇപ്പോഴാണ് ഞാൻ പരിചയമാകുന്നത്. സാറിനോടും ചോദിക്കാനുണ്ട്. സാറ് പറഞ്ഞല്ലോ നമ്മുടെ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ദർശനം എന്ന അപരപ്രിയത്വമാണ്. അപ്പം അപരപ്രിയത്വം ഉള്ള ഗുരുവിൻ്റെ സംഘടനയിൽ തലപ്പത്തിരിക്കുന്നവർ അപരമതവിദ്വേഷം വിളമ്പുമ്പോൾ സാറും ഞാനും വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആദർശത്തിലുള്ളവർ ആർജവത്തോട് അത് തള്ളിപ്പറയുന്നത് നമ്മൾ കാണുന്നുമില്ല. എന്താണ് സാറിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? തള്ളിപ്പറയേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ സംശയമൊന്നുമില്ല. കാരണം വ്യക്തിപരമായി ഞാൻ തള്ളിപ്പറഞ്ഞ ഒരാളാണ്. പിന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തള്ളിപ്പറയേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഗുരുവിൻ്റെ പേരിൽ പണ്ട് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, 1916 ഗുരു ഡോക്ടർ പൽപുവിന് കത്തെഴുതിയത്. ജാത്യാഭിമാനം കൂടി വരുന്നതുകൊണ്ടും യോഗത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നമ്മെ പരിഗണിക്കാത്തതുകൊണ്ടും മുമ്പ് വാക്കിൽ നിന്നെന്ന പോലെ ഇപ്പം മനസ്സിൽ നിന്നും വിട്ടിരിക്കുന്നു വന്നത്. അതുകൊണ്ട് ഈ വിട്ടുപോകൽ ഇപ്പോൾ തുടങ്ങിയതല്ല, ഒരുപാട് കാലം മുമ്പ് ഗുരുവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അതതിൻ്റെ പരമാവധിയിലെത്തുമ്പോഴാണ് ഇത്തരം ആശയങ്ങൾ വരുന്നത്. തള്ളി പറയേണ്ടതാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. സാർ, ഷൗക്കത്ത് സാറിനോടാണ്. അപ്പം സാറ് ഞാൻ വിചാരിക്കുന്നു സാറൊരു ഹാഫിളായിരുന്നു എന്നല്ലേ, ഖുർആൻ മനഃപ്പാടമാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും സാറും ഒരേ മതത്തിൽ തന്നെയാണ്. അപ്പോൾ സാർ അതിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കുടുംബത്തിൽ നിന്നും മതത്തിൽ സമൂഹത്തിൽ നിന്നും സാമൂഹ്യ മണ്ഡലങ്ങളിലും സാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഉപ്പയമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ വിട്ടുപോയപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു വിശ്വാസികളുടെ ലോകത്തുനിന്ന് ഒരു എതിർപ്പോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഞാനൊരു മതവിരോധിയല്ല. കാരണം ഞാനൊരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചറിയുന്നത് അടിസ്ഥാനപരമായി എല്ലാവരും റിലീജിയസ് ആണെന്നാണ്. ഞാൻ റിലീജിയൻ എന്നുള്ളതിനെ മനസ്സിലാക്കുന്നത് ഞാനാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി എന്ന് 100% വിശ്വസിക്കുന്ന ബോധാവസ്ഥയ്ക്കാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അത് ഒരുവിധം എല്ലാ ചിന്താമണ്ഡലത്തിലുള്ളവരും അങ്ങനെ തന്നെ ഉള്ളവരാണ്. അപ്പോൾ ഒരാൾ സ്പിരിച്വലാകുന്നത് ഞാൻ ശരി തന്നെ ആയിരിക്കുമ്പോഴും അപ്പുറത്തിരിക്കുന്ന മറ്റൊരു വ്യത്യസ്തമായ ശരിയെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ്. അത് പലപ്പോഴും ആധുനികമായി ചിന്തിക്കുന്നവർക്ക് പോലും കഴിയുന്നില്ല. നമ്മുടെ തലച്ചോറിന് ആ കഴിവില്ല. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ തലച്ചോറിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമാണ്. അതുകൊണ്ടാണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്. ഈ ചിന്തയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് ചിന്ത നമ്മളുടെ ഒരു ബ്രെയിനിൻ്റെ നാച്ചുറൽ ഫങ്ഷനാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നും അതൊരു ആഡഡ് എബിലിറ്റി ആണെന്ന് പറയേണ്ടി വരുമെന്നും അതുകൊണ്ടാണ് ചിന്തിക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കുന്നത് എന്നുമാണ്. ദേഷ്യപ്പെടാൻ ക്ഷീണിക്കണ്ട, ക്ഷമിക്കാൻ നന്നായി ക്ഷീണിക്കണം. കാരണം ക്ഷമിക്കാൻ തലച്ചോറിന് അറിയില്ല, അത് നമ്മൾ പഠിപ്പിക്കണം. ദേഷ്യപ്പെടാൻ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അത് അനായാസമായിട്ട് നമ്മൾ ചെയ്യും. ദേഷ്യപ്പെടുക എന്ന് പറയുന്നതിനാണ് റിലീജിയസ് എന്ന് പറയുന്നത്. ക്ഷമിക്കുക എന്ന് പറയുന്നതാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്.
അപ്പുറത്തിരിക്കുന്ന ആൾ ലിസൺ ചെയ്യുക എന്ന് പറയുന്നതാണ് ക്ഷമ. അത് നമുക്ക് എത്ര ഉദാത്തമായ ചിന്തയിൽ വന്നാലും തലച്ചോറിന് അതിപ്പോഴും ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു മതവിരുദ്ധനോ മതത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നില്ല ഒരിക്കലും. എതിരായിട്ടുള്ള ഇനിയിപ്പോൾ നമ്മളതിനെ വിമർശിക്കുമ്പോഴും അതിലൊരു ശത്രുതയുടെ ധ്വനി വരാറില്ല. അപ്പോൾ ഞാനിന്നിവിടെ സംസാരിക്കുമ്പോൾ ആ മൊയിലേരോട് എനിക്ക് ദേഷ്യമില്ല, സ്നേഹം തന്നെയുള്ളൂ. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു പക്ഷേ എല്ലാവരും ചോദിക്കാറുണ്ട്, അത് ഈ ഇസ്ലാം എല്ലാവരും എതിർക്കുന്നവരെ കൊല്ലാൻ നടക്കുന്നവരൊന്നുമല്ല. അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. എല്ലാറ്റിലും, ഇസ്ലാമിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും കമ്മ്യൂണിസത്തിലും അതുപോലെ തന്നെ കോൺഗ്രസ്സിലും BJPയിലും ഏത് സിസ്റ്റത്തിലും ഒരു തീവ്രവാദ സ്വഭാവം ഉണ്ടാവും. കാരണം ഇതൊക്കെ മനുഷ്യന്മാരാണല്ലോ. പക്ഷെ എല്ലാ സിസ്റ്റത്തിലും ഹാർമണി പറയുന്ന ഗുരുനിത്യ വീട്ടിൽ വന്നപ്പോൾ അതുകൂടി പറഞ്ഞാൽ നിർത്താം. ഗുരുനിത്യ വീട്ടിൽ എൻ്റെ ഉമ്മാനെ കാണാൻ വന്നു. ഉമ്മാകെ പേടിച്ചു പോയി. വീട്ടിലാദ്യമാണ് സന്യാസി വരുന്നത്. അപ്പോൾ ഞാൻ പരമാവധി കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിച്ചു. കാരണം റോഡ് വളരെ മോശമാണ്. ഗുരുവിനാണെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഏങ്ങണ്ടിയൂർ ഗുരുകുലത്തിൽ വന്നപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഗുരുവിനെ ഓരോരുത്തരും വീട്ടിൽ കൊണ്ടുപോകാൻ വരുമ്പോൾ ഞാൻ തടയും. ഞാൻ പറയും പറ്റില്ല, ഗുരുവിന് വയ്യ. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, നിൻ്റെ ഉമ്മാനെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം ഞാനിവിടെ വരുന്നവരോട് മുഴുവൻ ഗുരുവിനെ കൊണ്ടുവരുതെന്ന് പറയുകയാണ്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോണ റോഡ് വളരെ മോശമാണ്. അതുകൊണ്ട് ഗുരു വന്നാൽ ഇവരെല്ലാവരും എന്നെ ശത്രുവായി കാണും. അപ്പോൾ ഗുരു പറഞ്ഞു താൻ കൊണ്ടുപോകണ്ടായി, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ വേറെ വഴിക്ക് പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിർബന്ധമായിട്ട് ഗുരു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പോയിട്ട് ഉമ്മാടൊക്കെ പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട്, ഒന്നും പേടിക്കൊന്നും വേണ്ട. കാര്യം സന്യാസി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. അങ്ങനെ ഗുരു വീട്ടിൽ വരുന്നു. ഉമ്മാനെ കണ്ട്, ഉമ്മയാണെങ്കിൽ അടുക്കളയുടെ ബാക്കിൽ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പേടിച്ചിട്ട്. അപ്പോൾ ഗുരു അങ്ങോട്ട് ചെന്ന് അവിടെ നിന്ന് കുറേ സംസാരിച്ചു. ഈ മോനെ എനിക്ക് ഉണ്ടായത് എനിക്ക് നന്നായി, ഇവൻ ഉണ്ടായതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് കുറേ നന്ദിയൊക്കെ പറഞ്ഞ് ഒരുപാട് പൊക്കിയൊക്കെ അടിച്ച്. എന്നിട്ട് ഗുരു തിരിച്ചു വന്നപ്പോൾ പിന്നെ ഞാൻ ചെന്നപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞത് എന്തൊരു നല്ല മനുഷ്യനാ. എന്തുകൊണ്ടാണ് അതുവരെ പേടിച്ചിരുന്നത്, സന്യാസി എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ഒരാളാണ്. നിനക്കറിയോ, ഗുരു എന്നോട് യാത്ര പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കുകയല്ല ചെയ്തത്. കുറേ സ്റ്റെപ്പ് അതുപോലെ പിന്നിലേക്ക് നടന്നിട്ടാണ് തിരിഞ്ഞ് നടന്നത്. അത് ശരിക്കും ഈമാനുള്ളത് മനുഷ്യർ അവരൊക്കെയാണ്. പിറ്റേന്ന് പള്ളിയിലെ ഖത്തീബ് വീട്ടിലേക്ക് വന്നു. യതി ഇവിടെ വന്നു പോയി തരാം. ഉമ്മ ആകെ പേടിച്ചു. ഇത് പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് തന്നെ. ആകെ പേടിച്ച് അപ്പോൾ പറഞ്ഞു, വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇല്ല മൊയിലരെ, അവൻ ഞങ്ങൾ വിളിച്ചിട്ട് വന്നതല്ല. അപ്പോൾ ആൾ പറഞ്ഞു യതി ഇവിടെ വന്നിട്ട് എന്നെ എന്താണ് അറിയിക്കാതിരുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വായനക്കാരനാണ്, ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആരോ പറഞ്ഞത് യതി ഇങ്ങനെ ഷൗക്കത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഓടി വന്നതാണ്. അപ്പോൾ യതിയെ നെഞ്ചിലേറ്റ് ജീവിക്കുന്ന മൊയിലേക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സിസ്റ്റത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്ന കുറച്ച് മനുഷ്യർ തീവ്ര സ്വഭാവമുള്ളവരാകുമ്പോൾ ആ സിസ്റ്റത്തെ മുഴുവൻ തള്ളി പറയുക. ഇപ്പോൾ സുനിൽ മഹാഭാരതമോ രാമായണം പറയുമ്പോൾ ഉടനെ സുനിൽ ഹിന്ദുവായി. ഞാൻ നാളൊരു സ്ഥലത്ത് പ്രസംഗിച്ചത് കേട്ടത്, സുനിലിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി പ്രസംഗിക്കേണ്ടെന്ന് കേൾക്കുന്നു. എന്താ അമ്പലത്തിൽ പോയി പ്രസംഗിച്ചാൽ? അവിടെ എന്താ മനുഷ്യന്മാരല്ലേ? അമ്പലത്തിൽ പോയി പ്രസംഗിക്കും. ഞാൻ അമ്പലത്തിൽ പോയി പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും പോയി സംസാരിക്കാനാണ്. കാരണം അവിടെ ഉള്ളവരാണ് ഈ പറയുന്നത് കൂടുതൽ കേൾക്കേണ്ടത്. ഇവിടെ ഉള്ളവർ ഓൾറെഡി വിശ്വസിക്കുന്നതിൽ അഭിരമിക്കുന്നവരാണ്. അവർക്കതൊരു പുതിയ വെളിച്ചാണാവുന്നത്. ഞാൻ അമ്പലത്തിൽ പോയിരുന്ന ഫാത്തിഹ ചൊല്ലും. എന്നെ പള്ളിക്കാർ വിളിച്ചാൽ അവിടെ പോയിരുന്ന ഞാൻ മന്ത്രം ചൊല്ലും. നിർത്തുകയാണ്. നമസ്കാരം. ഒരു വാക്യം ഷൗക്കത്ത് പറഞ്ഞതിൻ്റെ കൂടെ ബെർണാഡ് ഷാ, നിങ്ങൾക്കറിയാമല്ലോ, ബെർണാഡ് ഷാ വലിയ നിരീശ്വരനൊക്കെ ആയിരുന്നു. ബെർണാഡ് ഷാ ഒരിക്കൽ പറയണ ഒരു കമൻ്റ് ഉണ്ട്, മനുഷ്യർക്ക് ദൈവമില്ലാതെ ഈശ്വരനില്ലാതെ ജീവിക്കാൻ പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ മതം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ബെർണാഡ് ഷാ പണ്ട് പറയുന്നുണ്ട്. ഷൗക്കത്ത് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തതാണ്. ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. അപരൻ്റെ ശരി കൂടി അംഗീകരിക്കുക, അപരൻ പറയുന്ന ആ ശരി അംഗീകരിക്കുക, അത് കൂടി കേൾക്കുക. ഇദ്ദേഹം ഷൗക്കത്ത് സാർ പറഞ്ഞതാണ്. പിന്നെ അപരനോട് ക്ഷമിക്കുക, അതും പറഞ്ഞു. എവിടെയാണ് ആ വരമ്പ്, ആ ശരി, അദ്ദേഹത്തിൻ്റെ ശരിയും അദ്ദേഹത്തോട് ക്ഷമിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ തിന്നായിട്ടുള്ള ബോർഡർ ലൈൻ എവിടെയാണെന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായി.
അല്ല, ഇത് നമുക്ക് അന്തിമമായിട്ട് തീർപ്പാക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ശരിയെ സംബന്ധിച്ച് നമുക്കുള്ള ബോധ്യങ്ങൾ പല അടിസ്ഥാനങ്ങളിലാണ്. നമ്മുടെ മതം, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ദർശനം, ഇതൊക്കെ നമ്മുടെ ശരികൾക്ക് അതിർവരമ്പുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്ന ആശയത്തെ അതേപടി ഏറ്റെടുക്കുന്നു എന്നല്ല. മറിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിനും എൻ്റെ അഭിപ്രായത്തിനും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരിടത്തിന് വേണ്ടി വാദിക്കുന്നു എന്നാണ്. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. നോക്കൂ, എല്ലാവരും ഒരേപോലെ ആയിരിക്കുന്നതിൻ്റെ പേര് ഐക്യം എന്നല്ല, മറിച്ച് യാന്ത്രികത എന്നാണ്. ഒരച്ചിൽ ഒരേ പാറ്റേണിൽ നിങ്ങൾക്ക് 1000 പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അത് ഐക്യമല്ല. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യാസങ്ങൾക്കിടയിൽ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കുന്ന ഏകതയാണ് ഐക്യം. അതുകൊണ്ട് ഐക്യത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ ഇച്ഛയുണ്ട്, വ്യത്യസ്തതയുണ്ട്. നിങ്ങൾ വ്യത്യസ്തതയെ മുഴുവൻ തുടച്ചു മാറ്റിയിട്ട് ഐക്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരൈക്യമില്ല. വ്യത്യസ്തതകളില്ലാത്ത ഐക്യത്തിൻ്റെ പേരാണ് ഫാഷിസം. മറക്കരുത് കേട്ടോ. വ്യത്യസ്തതകളില്ലാത്ത കൃത്രിമമായ ഐക്യത്തിൻ്റെ പേര് ഫാഷിസം എന്നാണ്. 1000 പേര് ഒരുപോലെ ഇരിക്കുന്നതിൻ്റെ പേര് ഐക്യം എന്നല്ല, വെറും ഫാഷിസമാണ്. മറിച്ച് 1000 പേർ 1000 തരമായിരിക്കുകയും ഈ 1000 തരത്തിനുള്ളിൽ അവരൊരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നതാണ് ഐക്യം. അത് മാനുഷികമായ ഇച്ഛയുടെ ആവിഷ്കാരമാണ്. നീതി അവിടെ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് വ്യത്യാസങ്ങളെ നമ്മൾ ഇല്ലാതാക്കണ്ട. വ്യത്യാസമാണ് സത്യം. ബാക്കി നാം ഏകത്തെ വിഭാവനം ചെയ്യുന്നു. അല്ല, ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് അന്യോന്യം ആദരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. മീൻസ് ഭിന്നമായൊരു അഭിപ്രായം വരുമ്പോൾ നമുക്കതിനോട് എതിർപ്പുണ്ടെങ്കിലും ആ എതിർപ്പിനെ ശത്രുതയാക്കാതിരിക്കാനുള്ള പരിശീലനം. ഇപ്പോൾ ഷൗക്കത്ത് പറഞ്ഞതിൽ എതിർപ്പും ക്ഷമയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞല്ലോ, അതായിരിക്കും. അതുതന്നെയാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ ചെറിയ കാര്യം. ഇപ്പം നമ്മളൊരു ഇത് കുറച്ച് ഇപ്പം നിർത്താം കേട്ടോ, ഒരു സെക്കൻഡ്. ഒരു കുട്ടി കാലുമേ കാലേറ്റി വെച്ചിരിക്കുന്നു. അവിടേക്ക് മുതിർന്ന ഒരാൾ കയറി വരുന്നു. ഉടനെ മുതിർന്ന ആൾ അസ്വസ്ഥനാവും. എന്തുകൊണ്ട് അസ്വസ്ഥനാകുന്നത്? മുതിർന്ന ആളുകളുടെ മുമ്പിൽ കുട്ടി കാല് കയറ്റിയിട്ട് വെച്ചിരിക്കുന്ന ശീലം അവർക്കില്ല, അല്ലാണ്ട് അത് തെറ്റായതുകൊണ്ടല്ല. അസ്വസ്ഥമാകുമ്പോൾ ആ മുതിർന്ന ആൾ സ്വയം പറയണം, ഈ കുട്ടി കാലുമ കാല് കയറ്റി വെച്ചിരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നും ഇത്രയും നാൾ ഞാൻ ശീലിക്കാത്തത് കൊണ്ടാണ് ഞാൻ അസ്വസ്ഥനാകുന്നതെന്നും അതുകൊണ്ട് ഷൗക്കത്തെ നീ ക്ഷമിക്കേ എന്ന് പറഞ്ഞ് എൻ്റെ പരമ്പരാഗതമായി ഞാൻ ശീലിച്ചു വന്ന സിസ്റ്റത്തോട് സമരം ചെയ്യുന്നതിനെയാണ് ക്ഷമ എന്ന് പറയുക. അതിൽ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അഘമണയാതെ അകതാരമർത്തിടണം, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവുമിങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടണം. ഈ അഘമണയാതെ അകതാരമർത്തുക എന്ന് പറയുന്ന കുട്ടി കാലുമ കാലിറ്റിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ അടുത്ത് പോയി തോളിൽ കൈയിട്ടിരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ക്ഷമ എന്ന് പറയുന്നത്. നമസ്കാരം.